ഒമാൻ തീരത്തിന് സമീപം തന്ത്രപ്രധാനമായ ഹോർമുസ് കടലിടുക്കിൽ വീണ്ടും സ്ഫോടനങ്ങളും ആക്രമണ വാർത്തകളും പുറത്തുവരുന്നത് പശ്ചിമേഷ്യൻ മേഖലയെയും ആഗോള സാമ്പത്തിക രംഗത്തെയും ഒരുപോലെ ആശങ്കയിലായിത്തിരിക്കുകയാണ്. അൽ ഖസബ് തീരത്ത് നിന്ന് ഏകദേശം 20 നോട്ടിക്കൽ മൈൽ വടക്ക് കിഴക്കായി സഞ്ചരിക്കുകയായിരുന്ന ഒരു ചരക്കു കപ്പലിന് നേരെ അജ്ഞാത പേടകത്തിൽ നിന്നോ മിസൈലിൽ നിന്നോ ആക്രമണമുണ്ടായതാണ് ഒടുവിലത്തെ സംഭവം. കപ്പലിന് ആഘാതമേറ്റ ഉടൻ തന്നെ അത് VHF ചാനൽ 16 വഴി അടിയന്തര സന്ദേശം പുറത്തുവിട്ടു. യുണൈറ്റഡ് കിങ്ഡം മാരിടൈം ട്രേഡ് ഓപ്പറേഷൻസ് അഥവാ UKMDO ആണ് ഈ വിവരം ലോകത്തെ അറിയിച്ചത്. മുൻകരുതലിന്റെ ഭാഗമായി പ്രദേശത്തു കൂടി കടന്നു പോകുന്ന എല്ലാ കപ്പലുകൾക്കും UKMDO ജാഗ്രതാ നിർദ്ദേശം നൽകി. സംശയകരമായ എന്തെങ്കിലും നീക്കങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടനടി വിവരം അറിയിക്കണമെന്നും കടൽ മാർഗമുള്ള ഗതാഗതത്തിൽ അതീവ ജാഗ്രത പുലർത്തണമെന്നും ഏജൻസി വ്യക്തമാക്കിയിട്ടുണ്ട്. ഏറ്റവും ആശങ്കാജനകമായ വസ്തുത എന്തെന്നാൽ ഈ ആക്രമണം ഒറ്റപ്പെട്ട ഒരു സംഭവമല്ല എന്നതാണ്. ഇതിന് തൊട്ടു മുൻപത്തെ ദിവസം തന്നെ ഇതേ മേഖലയിൽ സഞ്ചരിച്ചിരുന്ന മറ്റൊരു എണ്ണക്കപ്പലിന് സമീപവും സമാനമായ രീതിയിൽ ശക്തമായ സ്ഫോടനം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു. അടുത്തടുത്ത ദിവസങ്ങളിൽ ഒരേ സമുദ്രപാതയിൽ ഉണ്ടാകുന്ന ഇത്തരം ദുരൂഹമായ ആക്രമണങ്ങൾ കടൽ മാർഗമുള്ള വ്യാപാര സുരക്ഷയെക്കുറിച്ച് വലിയ ചോദ്യചിഹ്നങ്ങളാണ് ഉയർത്തുന്നത്. ലോകത്തിലെ ഏറ്റവും തിരക്കേറിയതും തന്ത്രപ്രധാനവുമായ സമുദ്രപാതകളിൽ ഒന്നാണ് ഹോർമുസ് കടലിടുക്ക്. പേർഷ്യൻ ഉൾക്കടലിനെയും ഒമാൻ ഉൾക്കടലിനെയും അറബിക്കടലിനെയും പരസ്പരം ബന്ധിപ്പിക്കുന്ന ഈ ഇടുങ്ങിയ കടൽപാതയിലൂടെയാണ് ലോകത്തിലെ ആകെ ഉപയോഗത്തിന്റെ വലിയൊരു ശതമാനം എണ്ണയും പെട്രോളിയം ഉൽപ്പന്നങ്ങളും ദിവസേന കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ ഉണ്ടാകുന്ന ചെറിയൊരു അസ്ഥിരത പോലും ആഗോള ഇന്ധന വിപണിയെയും സാമ്പത്തിക വ്യവസ്ഥയെയും പെട്ടെന്ന് ബാധിക്കും. ഇത്തവണ ആക്രമണത്തിനിരയായ ചരക്കു കപ്പൽ ഒമാന്റെ വടക്കൻ ഉപദ്വീപായ മുസന്തം ഗവർണറേറ്റിലെ അൽ ഖസബിന് തൊട്ടടുത്താണ് എന്നതും ഏറ്റവും തന്ത്രപ്രധാനമായ പ്രാധാന്യം അർഹിക്കുന്നുണ്ട്. പേർഷ്യൻ ഉൾക്കടലിലേക്കുള്ള കവാടമായി നിലകൊള്ളുന്ന അൽ ഖസബ് കടലിടുക്കിലെ കപ്പൽ ഗതാഗതം സൂക്ഷ്മമായി നിരീക്ഷിക്കാൻ സാധിക്കുന്ന ഒരു ഭൂമിശാസ്ത്രപരമായ സ്ഥാനത്താണുള്ളത്. ഇത്രയും തന്ത്രപ്രധാനമായ ഒരു പ്രദേശത്തിന് തൊട്ടടുത്ത് വെച്ച് ആക്രമണം നടന്നു എന്നത് സുരക്ഷാ ഏജൻസികളെ കൂടുതൽ ആശങ്കാകുലരാക്കുന്നുണ്ട്. കപ്പലിന് നേരെ പതിച്ച പ്രൊജക്ടൈൽ ഏത് തരത്തിലുള്ളതാണ് എന്ന് ഇതുവരെ പൂർണ്ണമായി സ്ഥിരീകരിക്കാൻ സാധിച്ചിട്ടില്ല. അത് ഡ്രോൺ ആക്രമണമാണോ അതോ കരയിൽ നിന്നോ നാവികയാനങ്ങളിൽ നിന്നോ തൊടുത്തുവിട്ട മിസൈലാണോ എന്ന കാര്യത്തിൽ വിശദമായ അന്വേഷണങ്ങൾ പുരോഗമിക്കുകയാണ്. പശ്ചിമേഷ്യയിൽ സമീപകാലത്തായി ഡ്രോണുകളും റിമോട്ട് കൺട്രോൾ സ്ഫോടക വസ്തുക്കളും ഉപയോഗിച്ചുള്ള ആക്രമണങ്ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ഈ സംഭവത്തിലും സമാനമായ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചിട്ടുണ്ടാകാമെന്നാണ് പ്രാഥമിക നിഗമനം. അന്താരാഷ്ട്ര സമുദ്ര സുരക്ഷാ ഏജൻസികൾ നിലവിൽ സംഭവ സ്ഥലത്ത് കൂടുതൽ സുരക്ഷാ പരിശോധനകൾ നടത്തിവരികയാണ്. UKMDOയ്ക്ക് പുറമെ US നാവികസേനയുടെ 5ാം ഫ്ലീറ്റും മേഖലയിലെ സ്ഥിതിഗതികൾ സൂക്ഷ്മമായി വിലയിരുത്തുന്നുണ്ട്. പ്രദേശത്തെ സമാധാനം നിലനിർത്തുന്നതിനും വാണിജ്യ കപ്പലുകളുടെ സുരക്ഷിതമായ യാത്ര ഉറപ്പാക്കുന്നതിനുമായി കൂടുതൽ പെട്രോളിംഗ് നടത്താൻ നാവികസേനകൾ നിർബന്ധിതരായിരിക്കുകയാണ്. ഹോർമുസ് കടലിടുക്കിലെ നിലവിലെ സംഘർഷാവസ്ഥ കേവലം 2 രാജ്യങ്ങൾ തമ്മിലുള്ള പ്രശ്നമല്ല, മറിച്ച് അത് ആഗോള രാഷ്ട്രീയവുമായി അടുത്ത ബന്ധമുള്ള ഒന്നാണ്. മേഖലയിലെ പ്രധാന ശക്തികളായ രാജ്യങ്ങൾ തമ്മിലുള്ള നിഴൽ യുദ്ധത്തിന്റെ ഭാഗമാണോ ഈ ആക്രമണങ്ങൾ എന്ന സംശയവും ശക്തമാണ്. കപ്പലുകൾക്ക് നേരെ നടക്കുന്ന ഇത്തരം നിഗൂഢമായ നീക്കങ്ങൾ വാണിജ്യ മേഖലയിൽ വലിയ ഭീതി സൃഷ്ടിക്കുകയും സമുദ്ര ഗതാഗതത്തിന്റെ ഇൻഷുറൻസ് നിരക്കുകൾ കുത്തനെ കൂട്ടാൻ കാരണമാവുകയും ചെയ്യും. കഴിഞ്ഞ കുറച്ചു കാലമായി ഗൾഫ് മേഖലയിൽ ഉടലെടുത്ത രാഷ്ട്രീയ അസ്ഥിരതകളുടെ തുടർച്ചയായാണ് വിദഗ്ധർ ഈ സംഭവത്തെ കാണുന്നത്. അമേരിക്കയും ഇറാനും തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തിലെ വിള്ളലുകളും പ്രാദേശിക ശക്തികൾ തമ്മിലുള്ള ചേരിതിരിവും സമുദ്ര മേഖലയെ ഒരു പോരാട്ട ഭൂമിയായി മാറ്റിയിട്ടുണ്ട്. അൽ ഖസബിന് സമീപം നടന്ന ആക്രമണത്തിൽ കപ്പലിലെ ജീവനക്കാർക്ക് പരിക്കേറ്റിട്ടുണ്ടോ അല്ലെങ്കിൽ ജീവഹാനി സംഭവിച്ചിട്ടുണ്ടോ എന്നതിനെ കുറിച്ചുള്ള വിവരങ്ങൾ ഇനിയും പുറത്തു വരേണ്ടതുണ്ട്. എങ്കിലും VHF ചാനൽ 16 പുറത്തുവിട്ട അടിയന്തര സന്ദേശം കപ്പലിന് സാരമായ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ടെന്ന സൂചനയാണ് നൽകുന്നത്. തുടർച്ചയായ 2ാം ദിവസവും ഇത്തരം ആക്രമണങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടതോടെ ലോകമെമ്പാടുമുള്ള ഷിപ്പിംഗ് കമ്പനികൾ തങ്ങളുടെ റൂട്ടുകൾ പുനഃപരിശോധിക്കുന്നതിനെ കുറിച്ച് ചിന്തിച്ചു തുടങ്ങി. ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള യാത്ര ഒഴിവാക്കുക എന്നത് പ്രായോഗികമല്ലെങ്കിലും കൂടുതൽ സുരക്ഷാ മുൻകരുതലുകൾ എടുക്കാതെ മുന്നോട്ടു പോകാൻ കഴിയില്ലെന്ന അവസ്ഥയിലാണ് കപ്പലുടമകൾ.
മേഖലയിലെ പ്രമുഖ രാജ്യങ്ങളും ഈ സംഭവത്തിൽ കടുത്ത ആശങ്ക പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഒമാൻ ഉൾപ്പെടെയുള്ള അയൽ രാജ്യങ്ങൾ തങ്ങളുടെ കടൽ തീരങ്ങളിലെ സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട്. വാണിജ്യ കപ്പലുകൾക്ക് നേരെ ഉണ്ടാകുന്ന ആക്രമണങ്ങൾ സമുദ്ര വ്യാപാര സ്വാതന്ത്ര്യത്തിനു മേലുള്ള കടന്നുകയറ്റമാണെന്ന് വിവിധ നയതന്ത്ര പ്രതിനിധികൾ അഭിപ്രായപ്പെട്ടു. ഹോർമസിലൂടെയുള്ള ചരക്കു നീക്കം തടസ്സപ്പെട്ടാൽ ഉണ്ടാകുന്ന ആഘാതം സങ്കല്പിക്കാവുന്നതിലും അപ്പുറമാണ്. യൂറോപ്പിലേക്കും ഏഷ്യയിലേക്കും അമേരിക്കയിലേക്കും പോകേണ്ട ഇന്ധനത്തിന്റെ ഭൂരിഭാഗവും ഈ വഴിയിലൂടെയാണ് ഒഴുകുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു തടസ്സമുണ്ടായാൽ അത് ലോകമെമ്പാടുമുള്ള വ്യവസായശാലകളെയും ഊർജ്ജ മേഖലയെയും നിശ്ചലമാക്കാൻ പോകുന്നതാണ്. സംഭവത്തിന് പിന്നിൽ പ്രവർത്തിച്ചവർ ആരാണെന്ന് കണ്ടെത്താൻ ഇതുവരെ സാങ്കേതികമായി തെളിവുകൾ ലഭിച്ചിട്ടില്ലെങ്കിലും പരസ്പര കുറ്റപ്പെടുത്തലുകൾ രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ ആരംഭിച്ചു കഴിഞ്ഞു. മേഖലയിലെ പ്രബല രാജ്യങ്ങളും വിദേശ ശക്തികളും തമ്മിലുള്ള വാക്കേറ്റങ്ങൾ വരും ദിവസങ്ങളിൽ കൂടുതൽ രൂക്ഷമാകാനാണ് സാധ്യത. ആധുനിക സമുദ്ര ഗതാഗത രംഗത്ത് ഡ്രോൺ ട്രാക്കിങ്ങും മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളും നിലവിലുണ്ടെങ്കിലും തീരത്തോട് ചേർന്ന് കിടക്കുന്ന ഇടുങ്ങിയ സമുദ്രപാതകളിൽ ഇവ പൂർണ്ണമായും ഫലപ്രദമാകണമെന്നില്ല. വേഗത്തിൽ വരുന്ന പ്രൊജക്ടൈലുകളെ പ്രതിരോധിക്കാൻ വാണിജ്യ കപ്പലുകൾക്ക് സ്വന്തമായി കവചങ്ങളില്ല എന്നതും അവരെ എളുപ്പത്തിൽ ഇരകളാക്കുന്നു. UK MDO നൽകിയ ജാഗ്രതാ നിർദ്ദേശം അടിസ്ഥാനമാക്കി മേഖലയിലൂടെ സഞ്ചരിക്കുന്ന എല്ലാ ഇന്ത്യൻ കപ്പലുകൾക്കും മറ്റ് അന്താരാഷ്ട്ര കപ്പലുകൾക്കും കർശന നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. രാത്രികാല യാത്രകളിൽ പ്രത്യേക ശ്രദ്ധ പുലർത്താനും കപ്പലിന്റെ ലൈറ്റുകളും ആശയവിനിമയ സംവിധാനങ്ങളും കൃത്യമായി പരിപാലിക്കാനും നിർദ്ദേശമുണ്ട്. ഈ 2 ദിവസത്തെ സംഭവങ്ങൾ വിലയിരുത്തുമ്പോൾ പശ്ചിമേഷ്യൻ കടൽ തീരങ്ങൾ കൂടുതൽ അപകടകരമായ ഒരു ഘട്ടത്തിലേക്ക് കടക്കുകയാണെന്ന് വ്യക്തമാകുന്നു. മുൻപ് യുദ്ധക്കപ്പലുകളും സൈനിക താവളങ്ങളും മാത്രം ലക്ഷ്യമിട്ടിരുന്ന സംഘർഷങ്ങൾ ഇപ്പോൾ സാധാരണ വാണിജ്യ കപ്പലുകളിലേക്ക് കൂടി പടരുന്നത് ഭയാനകമായ ഒരു സാഹചര്യമാണ് ഉണ്ടാക്കുന്നത്. വരും ദിവസങ്ങളിൽ ഈ വിഷയത്തിൽ ഐക്യരാഷ്ട്രസഭയുടെ സമുദ്ര സുരക്ഷാ സമിതിയോ മറ്റ് അന്താരാഷ്ട്ര കൂട്ടായ്മകളോ ഇടപെടാൻ സാധ്യതയുണ്ട്. മേഖലയിലെ കപ്പൽ ഗതാഗതത്തിന് പൂർണ്ണ സംരക്ഷണം നൽകുന്നതിനായി സംയുക്ത നാവിക പെട്രോളിംഗ് ശക്തമാക്കുന്നതിനെ കുറിച്ച് ചർച്ചകൾ നടക്കാനും സാധ്യതയുണ്ട്. ഒമാൻ തീരത്ത് നടന്ന ഈ സംഭവം പശ്ചിമേഷ്യൻ മേഖല വീണ്ടും ഒരു വൻ യുദ്ധത്തിലേക്ക് വിരൽ ചൂണ്ടുകയാണോ എന്ന ഭയം ലോകമെമ്പാടും പടർത്തുന്നു. നയതന്ത്ര തലത്തിലുള്ള ചർച്ചകളിലൂടെയും സമാധാന ശ്രമങ്ങളിലൂടെയും മാത്രമേ ഈ പ്രശ്നത്തിന് ശാശ്വതമായ ഒരു പരിഹാരം കണ്ടെത്താൻ സാധിക്കൂ. അല്ലാത്ത പക്ഷം ഹോർമുസ് കടലിടുക്കിലെ ഈ പുകച്ചിൽ ആഗോളതലത്തിൽ വൻ സാമ്പത്തിക പ്രതിസന്ധിക്കും മാനവിക ദുരന്തത്തിനും വഴിവെച്ചേക്കാം.